33-ാമത്തെ ഇനം റോഡ് വികസന പദ്ധതികളായിരുന്നു. ആ കൂട്ടത്തിൽ വയനാട് തുരങ്കപാതയും ഒരു വാഗ്ദാനമായി മുന്നോട്ട് വച്ചിരുന്നു. പല വാഗ്ദാനങ്ങളും കേട്ടുപരിചയമുള്ള നമ്മുടെ സംസ്ഥാനത്തിന്, ജനങ്ങൾക്ക് 2016 ശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സുദിനം, ആ വാഗ്ദാനം നടപ്പാക്കപ്പെടുന്നതിന് തുടക്കം കുറിക്കുന്ന സുദിനമാണ് ഇന്ന്. ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ഈ തുരങ്കപാത പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാകും ഇത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള 3-ാമത്തെ തുരങ്കപാതയാകും ഇത്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിൻ്റെ, വിശേഷിച്ച് മലബാറിൻ്റെ വ്യാപാര, വാണിജ്യ, ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും. അതോടൊപ്പം തന്നെ വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിൻ്റെ സാഫല്യം കൂടിയായി ഇത് മാറുകയാണ്. നാം ചിന്തിക്കേണ്ടത്, ഇത്തരത്തിൽ എത്രയെത്ര സ്വപ്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഫലീകരിക്കപ്പെട്ടത് എന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി. അതിൻ്റെ ഉദാഹരണങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദേശീയപാതയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഗെയിൽ വാതക പൈപ്പ് ലൈനിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ തന്നെ എടമൺ കൊച്ചി പവർ ഹൈവേയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അവസാനം പറഞ്ഞ രണ്ടും പൂർത്തിയായി. ഒന്നിലൂടെ വാതകം പ്രവഹിക്കുന്നു, മറ്റൊന്നിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു. ദേശീയപാത ഏറെക്കുറെ നിർമ്മാണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് വിജയകരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ
മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയ ജലപാത, ഇതെല്ലാം നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി. ജലപാത എന്തോ നടക്കാൻ പോകുന്നില്ല, വലിയ തടസ്സങ്ങൾ വന്നിരിക്കുകയാണ് എന്നെല്ലാം ഉള്ളതായിരുന്നു ആ വാർത്തയിൽ പ്രതിപാദിച്ച കാര്യം. അപ്പം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഭാഗം പൂർത്തീകരിക്കാനുള്ള ഘട്ടം ധാരണയിലെത്തിയിരുന്നു. ഈ വാർത്ത കണ്ടപ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ച് ഞാൻ അന്വേഷിച്ചു, എന്തെങ്കിലും മാറ്റം ആ കാര്യത്തിലുണ്ടോ? ഒരു മാറ്റവുമില്ല. നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു തടസ്സവുമില്ലാതെ നാം ഉദ്ദേശിച്ച രീതിയിൽ ആ പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിക്കാനാവും എന്നാണ് മറുപടി ലഭിച്ചത്. ഇത്തരം പദ്ധതികളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതല്ല വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണത്. അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിന് മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാനായി. അതിനുശേഷം അതിൻ്റെ പ്രവർത്തന മികവ് പരിശോധിച്ചാലും അഭിമാനകരമായ നേട്ടം അതുണ്ടാക്കുകയാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ നാടിന് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ തുരങ്കപാതയും. ഇത്തരം നേട്ടങ്ങൾ നമ്മൾ കയ്യെത്തിപ്പിടിച്ചത് എളുപ്പത്തിലായിരുന്നില്ല. ഒരുപാട് പരിമിതികൾ, ഒരുപാട് വൈതരണികൾ, ഒരുപാട് എതിർപ്പുകൾ, അങ്ങനെ പലതിനെയും മറികടന്നാണ് ഇത്രയും ബൃഹത്തായ അടിസ്ഥാന സൗകര്യങ്ങൾ സാധ്യമാക്കാൻ നമുക്കായത്. അടിക്കടിയുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, സാമ്പത്തിക പരിമിതികൾ, ഇന്ത്യ ഗവൺമെന്റ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ, സ്ഥാപിത താല്പര്യത്തോടെയുള്ള ചിലരുടെ ഇടപെടലുകൾ, അങ്ങനെ എത്ര പ്രതിബന്ധങ്ങൾ നമ്മുടെ പദ്ധതികളുടെ മുന്നിൽ വന്നു ചേർന്നു. പക്ഷേ അതിലൊന്നും തടഞ്ഞു നിന്നില്ല നമ്മുടെ ഒരു വികസന പദ്ധതിയും. അങ്ങനെ നിന്നുപോയിരുന്നെങ്കിൽ
ഇന്ന് നമ്മുടെ സംസ്ഥാനം കാണുന്ന നേട്ടങ്ങൾ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. 2016 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. വികസന പദ്ധതികൾ വലിയ തോതിൽ മുടങ്ങിയ സാഹചര്യം. എല്ലാവരിലും കടുത്ത നിരാശ. നമ്മുടെ നാട് ഇങ്ങനെയായിപ്പോയി, ഇനി ഇതിന് മാറ്റമുണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. നമ്മുടെ കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് കടലാസിൽ മാത്രം, അനുഭവത്തിലില്ലാത്ത അവസ്ഥ വന്നു ചേർന്നു. അങ്ങനെയുള്ള കേരളത്തെ കൈപിടിച്ചുയർത്തുക, ആ ദൗത്യമാണ് 2016 സർക്കാരിന് ഏറ്റെടുക്കാനുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ പരിമിതി നമ്മുടെ വിഭവശേഷിയുടേതായിരുന്നു. നമ്മുടെ നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ടായിരുന്നു. ഓരോ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത്, അങ്ങനെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആവശ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടത് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള പൂർണ്ണശേഷിയിലായിരുന്നില്ല നമ്മുടെ ഖജനാവ്. ഖജനാവിൻ്റെ ശേഷിക്കുറവ് പല പദ്ധതികളും ദശാബ്ദങ്ങളോളം വൈകുന്നതിനിടയാക്കുന്നു. ഇതിൻ്റെ ഫലം കാലാനുസൃതമായ പുരോഗതിയും നേട്ടവും നമ്മുടെ നാടിനെ ആർജിക്കാനാകുന്നില്ല. നാം പിന്തള്ളപ്പെട്ടു പോകുന്നു. രാജ്യത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നിരുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളടക്കം വല്ലാതെ പുറകോട്ടു പോകുന്ന അവസ്ഥ. എന്താണ് പരിഹാരം? പരിഹാരം ഏറ്റവും പ്രധാനം പണമുണ്ടാവുക എന്നതാണ്. പക്ഷേ സാധാരണ രീതിയിൽ ബജറ്റിനെയും ഖജനാവിനെയും മാത്രം ആശ്രയിച്ച് കാര്യങ്ങൾ നീക്കിയാൽ ഇതെല്ലാം പഴയതുപോലെ നീണ്ടുപോകും. ഇപ്പോൾ പുതിയൊരു ധനസ്രോതസ് കണ്ടെത്തണം. അതിനാണ് കിഫ്ബിയെ 2016 സർക്കാർ പുനർജീവിപ്പിച്ചത്. ആ കിഫ്ബി അന്ന് 2016 സർക്കാർ പ്രഖ്യാപിച്ചത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ ഏറ്റെടുക്കുമെന്നായിരുന്നു. എന്നാൽ 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഏറ്റെടുത്തത്.
ഇപ്പോ അത് 90,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. ഇവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം. സ്കൂൾ കെട്ടിടം, ആശുപത്രി കെട്ടിടം, റോഡുകൾ, പാലങ്ങൾ, വിവിധ പദ്ധതികൾ, ഇതെല്ലാം കിഫ്ബിയുടെ സഹായത്തോടെയാണ് നമുക്ക് നിർവഹിക്കാനായത്. നമ്മുടെ ദേശീയപാത വികസനത്തിന് 25% ഭൂമി ഏറ്റെടുക്കാനുള്ള വില നാം കൊടുക്കേണ്ടതായി വന്നു, സംസ്ഥാനം കൊടുക്കേണ്ടതായി വന്നു. ആ 5,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നാം കണ്ടെത്തിയത്. ഇത്തരം ആവശ്യങ്ങൾ കിഫ്ബി വഴി നിറവേറ്റുമ്പോൾ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ, കേരളത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണല്ലോ. സാധാരണഗതിയിൽ അതിനെ കൈയയച്ച് സഹായിക്കുകയും പിന്താങ്ങുകയുമാണ് വേണ്ടത്. പക്ഷേ നമുക്ക് അത്യന്തം വേദനാജനകമായ ദുരനുഭവമാണ് ഉണ്ടായത്. നമ്മളോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു, നിങ്ങൾ കിഫ്ബി വഴി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കുന്നു. അതിന്റെ അർത്ഥം അത്രയും വായ്പ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ്. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, ഒരു നാടിന്റെ വരുമാനമെന്നത് ആ നാടുണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല. ആ ഭാഗമെടുത്താൽ നമ്മുടെ ആഭ്യന്തര വരുമാനം വളരെ മികച്ചതാണ്. ആ ആഭ്യന്തര വരുമാന സ്ഥിതി വെച്ചാൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നവും നമ്മുടെ കേരളം നേരിടേണ്ടതായിട്ടില്ല. ഈ ആഭ്യന്തര വരുമാനത്തോടൊപ്പം മറ്റു ചിലത് ചേരാനുണ്ട്. അതിലൊന്ന്, കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട അർഹതപ്പെട്ട വിഹിതമാണ്. നമ്മുടെ അനുഭവം ആ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്നു എന്നതാണ്. അതിൽ സാരമായ വെട്ടിക്കുറവ് വരുത്തുന്നു. ഇതിനോടൊപ്പം ചേരേണ്ടതാണ് സംസ്ഥാനത്തിന്റെ ചെലവുകൾ നിർവഹിക്കാൻ വായ്പയെടുക്കാനുള്ള അവകാശം. വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ പരിധി ചുമത്തി. അതിന്റെ ഭാഗമായി നമുക്ക് അർഹതപ്പെട്ട വായ്പാ പരിധി നിഷേധിച്ചു, വായ്പാ പരിധി വെട്ടിക്കുറച്ചു. ഇതെല്ലാം നമ്മുടെ വരുമാനത്തിലാണ് കുറവുണ്ടാക്കിയത്. ഇപ്പോ GSTയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാന്യ ധനകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. 8,000 മുതൽ 10,000 കോടി രൂപ വരെ നിലവിലുള്ള വരുമാനത്തിൽ കുറവ് വരാൻ പോകുന്നു. ഇവിടെ കിഫ്ബിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. നമ്മൾ കേരളം കേന്ദ്രത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. 5,600 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ രാജ്യത്ത് എല്ലായിടങ്ങളിലും നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇന്ന് വരെ, അതായത് നമ്മൾ
25% കൊടുക്കുന്നതിന് മുൻപോ അതിനു ശേഷമോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാധ്യതയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോ ആ പണം ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവദിക്കണം. അതായത് 5600 കോടി രൂപ വായ്പയിൽ കുറവ് വരുത്തുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കിഫ്ബിയുടെ പണം നാടിന്റെ വികസനത്തിനാണ് ചെലവഴിക്കേണ്ടത്. ആ 5600 കോടി രൂപ നാടിന്റെ വികസനത്തിന് ചെലവഴിക്കാനാകുന്നില്ല. അതോടൊപ്പം കിഫ്ബി എടുത്ത വായ്പ, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറക്കുന്നു. അപ്പൊ അവിടെയും 5600 കോടി രൂപയുടെ കുറവ് വരുന്നു. ആ 5600 കോടി രൂപ വായ്പ എടുത്താൽ ഖജനാവിൽ സൂക്ഷിക്കാനല്ല, വിവിധ പദ്ധതികൾക്ക് ചെലവിടാനാണ്. ചുരുക്കത്തിൽ 12,000 കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ചെലവിടേണ്ട പണം നിഷേധിക്കുന്ന നിലയുണ്ടാകുന്നു. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലുള്ള ഏജൻസികളുണ്ടല്ലോ, നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ, അവര് പണം കടമെടുക്കുന്നുണ്ടല്ലോ, ഇന്ത്യ ഗവൺമെന്റ് വായ്പയായിട്ട് അത് കണക്കാക്കുന്നില്ലല്ലോ. അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കാൻ തയ്യാറായില്ല. അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ കൂടി ഇടപെടലിലൂടെയാണ്. എന്നാൽ അത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനിടയായ, ഇപ്പോ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ തുരങ്കപാത, അതിനുവേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. നാം കാണേണ്ടത്, ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇതില് ജനങ്ങളാകെ മതിമറന്ന് സന്തോഷിക്കുകയാണ്. എന്നാൽ ആ സന്തോഷം ചിലരില് വല്ലാത്ത നിരാശയുണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായി കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി, തെരുവിലുണ്ടായി, കോടതിയിൽ വരെ എത്തി. പക്ഷേ സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല. എല്ലാ കാര്യങ്ങളും നല്ല ധാരണയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ ചുവടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്തു. അപ്പോ കിഫ്ബിയെ തകർക്കാൻ കഴിയില്ല എന്ന നില വന്നപ്പോ ഓരോ ക്ഷേമ പദ്ധതി, വികസന പദ്ധതി, ഇതിനെയെല്ലാം തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന K-ഫോൺ, നടപ്പായി കഴിഞ്ഞ K-ഫോൺ, സാർവത്രിക ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് K-ഫോൺ വന്നത്.
പക്ഷേ ആ പദ്ധതിയെ തകർക്കാനുള്ള ഇടപെടലുകളുമുണ്ടായി. ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ നടത്തി അതിനെ തകർക്കാൻ നോക്കി. കോടതിയെ സമീപിക്കുന്ന നിലയുമുണ്ടായി. സമീപിച്ചവരോട് കോടതി ചോദിച്ചു, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? അത് ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു. നാം കാണേണ്ടത് ഇതുകൊണ്ടൊന്നും ആ പദ്ധതി തകർന്നില്ല. ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി കെ ഫോൺ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വേറൊരു പദ്ധതിയെ തകർക്കാൻ നടത്തിയ ശ്രമം ഹൈക്കോടതി ചവറ്റുകൂട്ടിലേക്ക് എറിഞ്ഞത് ഈ അടുത്ത നാളിലാണ്. വികസന പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല, ക്ഷേമ പദ്ധതികളെയും തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ലൈഫ് മിഷനെ തകർത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് കിട്ടാതിരിക്കാനാണ് ചിലർ ശ്രമിച്ചത്. ഇപ്പോഴെന്തായി? കേരളത്തിൽ പൂർത്തിയാക്കിയ വീടുകൾ 4.5 ലക്ഷം കവിഞ്ഞു. അവിടെയെല്ലാം കുടുംബങ്ങൾ താമസിക്കുകയാണ്. അടുത്ത ഭാവിയിൽ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച വീടുകൾ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് ഫലപ്രദമായി കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ നൽകാതിരിക്കാൻ, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിലുണ്ടായി. നമ്മൾ അതിനും കീഴടങ്ങിയില്ല. ഇപ്പോ ക്ഷേമ പെൻഷൻ കാര്യത്തിൽ ഒരു കുടിശ്ശികയുമില്ല. എല്ലാവർക്കും കൃത്യമായി തന്നെ പെൻഷൻ ലഭ്യമാക്കുകയാണ്. 60 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് 1600 രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ നാം ലഭ്യമാക്കുന്നത്. അപ്പോ എല്ലാ പദ്ധതികളും പ്രതീക്ഷിതരും കൂടുതൽ നന്നായി നടപ്പാക്കാൻ നമുക്കാവുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ തുരങ്കപാതയെയും കാണേണ്ടത്. ഈ തുരങ്കപാതയുടെ അലൈൻമെന്റിന് 2021 മെയ് 6 അംഗീകാരം നൽകിയത്. 2022 ഫെബ്രുവരി 25 ഭരണാനുമതി, മാർച്ച് 20 2143 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകി. 2024 ജനുവരി 11 2143 കോടി രൂപയുടെ താൽക്കാലിക സാങ്കേതിക അനുമതി നൽകി. ഫോറസ്റ്റ് ക്ലിയറൻസിനും മറ്റ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്കും ശേഷം 2025 ജൂലൈ 24 പ്രവർത്തികൾക്കായി നിർമ്മാണ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചു. ഇവിടെ ഈ തുരങ്കപാത പലതുകൊണ്ടും ചരിത്രമാവുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കർണാടകയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയും. താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഉയർത്തുന്ന വെല്ലുവിളികൾക്കുള്ള ബദലായി ഈ തുരങ്കപാത മാറുകയാണ്. ഒരു വാഹനത്തിന് തകരാറുണ്ടായാൽ തന്നെ നമ്മുടെ
ചുരത്തില് ഗതാഗതം നിശ്ചലമാകും. ഈ അടുത്ത സമയത്ത് 9ാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായി. ആ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്. ഇവിടെ 4 വരി തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. 8.7 കിലോമീറ്റർ നീളമുള്ള 4 വരി തുരങ്കപാതയാണ് ഈ പദ്ധതി. നിലവിലുള്ള 2 റോഡുകൾ ആനക്കാമ്പൊയിൽ മുത്തപ്പൻപുഴ മറിപ്പുഴ റോഡ്, മേപ്പാടി കള്ളാടി ചൂരൽമല റോഡ്, ഇവയെ തുരങ്കപാതയുമായി ബന്ധിപ്പിച്ചാണ് ഈ പദ്ധതി രൂപീകരിക്കുന്നത്. ആനക്കാമ്പൊയിലും മറിപ്പുഴയും മലയുടെ തെക്ക് ഭാഗത്തും മേപ്പാടി മലയുടെ വടക്ക് ഭാഗത്തുമാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള കുന്നമംഗലം, കട്ടാങ്ങൽ, മുക്കം, തിരുവമ്പാടി, ആനക്കാമ്പൊയിൽ, മറിപ്പുഴ, MDR പാത ആനക്കാമ്പൊയിലിനും കോഴിക്കോടിനുമിടയിൽ ഗതാഗതം സുഗമമാക്കും. കുറഞ്ഞ സമയം, കൂടുതൽ സൗകര്യം, സുരക്ഷ, കുറഞ്ഞ വാഹന പ്രവർത്തന ചെലവ്, ഇവയിലൂടെ നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് നല്ല പ്രയോജനം ലഭിക്കും. പദ്ധതി കോഴിക്കോട് വയനാട് ജില്ലകൾക്കിടയിലെ യാത്ര സുഗമമാക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും ഇതോടെ വലിയ വർധനവുണ്ടാവും. NH 766, SH 99 എന്നിവയ്ക്കും ഇതൊരു ലിങ്കായി പ്രവർത്തിക്കും. അങ്ങനെ ഗതാഗത മേഖലയിലും വാണിജ്യ മേഖലയിലും കാർഷിക മേഖലയിലും വലിയ ഉണർവുണ്ടാകും. വയനാട് വലിയ ചരിത്രമുള്ള നാടാണ്. ശിലായുഗം മുതൽക്കേ മനുഷ്യവംശത്തിന്റെ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നു. പഴശ്ശിയുടെയും ടിപ്പുവിന്റെയും ചരിത്രത്തിലൂടെ നമ്മുടെ രാജ്യചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രകൃതി ഭംഗി നിറഞ്ഞ ഇടങ്ങളാലും നിബിഡ വനങ്ങളാലും നമ്മുടെ പാരിസ്ഥിതിക ചരിത്രത്തോടും അത് ചേർന്ന് നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നാടിന്റെ ചരിത്രത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനതയുടെ ജീവിതവും ജീവനോപാധികളും മെച്ചപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ LDF സർക്കാർ വയനാടിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത്. അതിന്റെ തുടർച്ച ഇപ്പോഴത്തെ LDF സർക്കാരും ഉറപ്പാക്കിയിട്ടുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നതിലും മെച്ചപ്പെട്ട പരിസ്ഥിതിയോടെ ഈ ഭൂമിയെ വരും തലമുറക്ക് കൈമാറലാണ് നമ്മുടെ ദൗത്യം. അതോടൊപ്പം അവർക്ക് വേണ്ടി ഭാവിയെ മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുകയും വേണം. അതാണ് കേരളത്തിന്റെ സുസ്ഥിര വികസന മാതൃക. ആ മാതൃകയുടെ ദൃഷ്ടാന്തമായാണ് ലോകത്തിനു മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയുന്ന വയനാട് തുരങ്കപാത എന്നത് നാം കാണണം. ഇതിലെല്ലാം രാജ്യത്ത് 1ാം സ്ഥാനത്ത് കേരളം എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പലതിലും നാം 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇനി വീണ്ടും അവിടുന്ന് മുന്നോട്ട് പോകണം. ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ
തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഒരിക്കൽ കൂടി നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക്, ജനനായകന് തിരുവമ്പാടിയുടെ സ്നേഹോപഹാരം തുരങ്കപാതയുടെ മാതൃക സമർപ്പിക്കുകയാണ്. തിരുവമ്പാടി MLA ബഹുമാനപ്പെട്ട ലിൻഡോ ജോസഫ് ആണ് ഉപഹാരം സമർപ്പിക്കുന്നത്. ഉപഹാരം സ്വീകരിക്കാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു.